ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഒരു കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പക്ഷേ കരിയർ സ്പെസിഫിക് റീഡിംഗ് ആണ്, കരിയറും ഫിനാൻസസും. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ ഒരു സോഡിയാക് സൈൻ സ്പെസിഫിക് റീഡിംഗ് അല്ല ചെയ്യണത്. സിറ്റുവേഷൻ ബേസിസ് റീഡിംഗ് ആണ് ഇത്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഇതാണ് സിറ്റുവേഷൻ വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആയിരിക്കും. അതല്ലാണ്ട് എന്തെങ്കിലും ഒരു സൈൻ അവിടെ കണ്ടാൽ ഞാൻ അത് ഡെഫിനറ്റ്ലി തുറന്ന് പറയും. പക്ഷേ ഇത് ഒരു സൈൻ സ്പെസിഫിക് റീഡിംഗ് അല്ല. ഓക്കെ, സിറ്റുവേഷൻ സ്പെസിഫിക് റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ 3 സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എനർജീസ് ആണ് പിക്ക് ചെയ്യാൻ പോണത്. 3 ഡിഫറെൻറ്റ് മെസ്സേജസ് ആണ് എടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ ഏതാ സിറ്റുവേഷൻ വെച്ചാൽ ആ മെസ്സേജ് എടുത്താൽ മതി. ബാക്കി നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലാച്ചാൽ മേ ബി അത് വേറെ ആർക്കെങ്കിലും റെസൊനേറ്റ് ആവും. ചിലപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് റെസൊനേറ്റ് ആയിച്ചാൽ. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. അതല്ലാണ്ട് പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്ത് അവിടെയും എൻ്റെ കണ്ടൻറ്റ് ഫോളോ ചെയ്യാന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ. അത് അല്ലാണ്ട് എൻ്റെ ചാനൽ മെമ്പർ ആവാം നിങ്ങൾക്ക്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാ മെസ്സേജസ് ബേസിക്കലി എല്ലാം ഇൻഫർമേഷൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് മെസ്സേജസ് ജൂലൈ തൊട്ടിട്ട് ഓഗസ്റ്റ് വരെ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഹായ്, അപ്പോൾ ഇത് നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ് നോക്കാൻ പോണത്. ഇതിൽ ഏതാ നിങ്ങളുടെ സിറ്റുവേഷൻസാണ് നിങ്ങൾക്ക് മെസ്സേജ് കമൻസിൽ എഴുതി പറയാം. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ ഓക്കെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യുന്നുണ്ട് വെച്ചാൽ ആ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കരിയർ റീഡിംഗ് തുടങ്ങാം. ആദ്യത്തെ സിറ്റുവേഷനിലെ മെസ്സേജാണ് എലിഫൻറ്റ്. ഇവിടെ എഴുതിയാണ് എ ലോങ് ജേർണി ഈദർ ഫിസിക്കൽ ഓർ മെൻ്റൽ വിൽ ലീവ് യു വൈസർ അറ്റ് ദി എൻഡ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്ന ഒരു മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ ജേർണി തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ. ഇതൊരു പുതിയ കാര്യമാണ്. അപ്പോൾ മേ ബി റീസെൻ്റ്ലി ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഈ പുതിയ തുടക്കം ഉണ്ടായേ. അപ്പോൾ എന്തോ ഒരു ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ പുതിയ ബിഗിനിങ്ങിൽ ഡെഫിനറ്റ്ലി ലെസൺസ് ഉണ്ടാവും, ചാലഞ്ചസ് ഉണ്ടാവും. അതൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോണ ലെസൺസ് ആയിരിക്കും. ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ പുതിയ ബിഗിനിങ് റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജാണ്. അപ്പോൾ സെക്കൻഡ് മെസ്സേജ് ഇവിടെ ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക്സ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ്സിൽ ഇല്ലേച്ചാൽ പുതിയ ജോലിയിൽ എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജാണ്. റിസ്ക് എടുക്കണ്ട, ഇപ്പോൾ ആ സമയം ശരിയല്ല. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് money path. A path with money is waiting for you to find it. Okay, അപ്പോൾ ക്ലിയർലി ഇവിടെ ഈ പാത്തിൽ, ഈ ബിസിനസ്സിൽ, ഈ പുതിയ തുടക്കത്തിൽ വെൽത്ത് ഉണ്ട്, സക്സസ് ഉണ്ട്, പൈസ ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ കരിയറിൽ എന്താണ്? നിങ്ങളുടെ കരിയറിൽ കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോൾ ഡെത്താണ്. അപ്പോൾ ഡെത്ത് ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് വെച്ചാൽ അതും ഒരു വലിയ ചേഞ്ച് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു റീസെൻറ്റ് സംഭവമാണ്. അപ്പോൾ മേ ബി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇല്ലച്ചാൽ പാസ്റ്റ് മന്തിൽ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലച്ചാൽ ഈ മാസത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജാണ്. അപ്പോൾ എന്തോ ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ, ഒരു ജോലി വിട്ടുപോയി ഒരു പുതിയ ജോലി നോക്കാനിരിക്കുകയാണ്. അതല്ലച്ചാൽ ഓൾറെഡി ഒരു പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തു, ഒരു പുതിയ ബിസിനസ് തുടങ്ങി, അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കരിയറിൽ റീസെൻ്റ്ലി. അപ്പോൾ ഈ ഡെത്ത് എനർജി എന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ഇവിടെ ഉണ്ടായേ? നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു പുതിയ ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു വെച്ചാൽ
ഇവിടെ ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ വരാൻ പോകുന്നുണ്ട് ഒരു പോസിറ്റീവ് ന്യൂസ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ജോലി ഇല്ലാണ്ട് വീട്ടിലാണ് ഇരിക്കണേ, ഇല്ല വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല എന്താ വേണ്ടതെന്ന്, അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് വെച്ചാൽ ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ജോലിയുടെ കാര്യത്തിൽ. ഓക്കെ, ഓറൽസ് വന്നിട്ടുണ്ട് ഓൾറെഡി. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ പൈസയുടെ കാര്യത്തിലും കുറച്ച് ഈ മാസം ഇല്ല വെച്ചാൽ ഇതിൻ്റെ മുമ്പും ഈ ജോലി നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ കുറച്ചൊരു സേവിങ് മോഡിലായി പോയി എന്നുവെച്ചാൽ ഇവിടെ ഫിനാൻസസൊക്കെ നിങ്ങൾ കുറേ കൺട്രോൾ ചെയ്തിട്ടാണ് ഇരിക്കണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് ഇപ്പോൾ ഉണ്ടാവാൻ പോണത് ഫ്യൂച്ചർ? ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 2 ഓഫ് സോഡ്സ് ആണ്. ഈ 2 ഓഫ് സോഡ്സ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? അപ്പോൾ എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അതിൻ്റെ മുമ്പേ കുറച്ചൊരു ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഇത് കിട്ടുമോ ഇല്ലേ, അതല്ല വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ, പോസിറ്റീവായി ന്യൂസ് ഉണ്ടാവുമോ, അത് ശരിയായോ, എവിടെയെങ്കിലും നിങ്ങളൊരു എക്സാം കൊടുത്തു, എസ്പെഷ്യലി കരിയറുടെ കാര്യത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വെച്ചാൽ എവിടെയെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ജോയിൻ ചെയ്യാനും എന്തെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനും എന്തെങ്കിലും ഒരു എക്സാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഷുവർ അല്ല എന്താ വേണ്ടേ എന്താ ചെയ്യണ്ടേന്ന്. പക്ഷേ ഇവിടെ ഞാനൊരു പോസിറ്റീവ് ന്യൂസാണ് കാണുന്നത്. അപ്പോൾ ഓൾറെഡി എക്സാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ നിങ്ങൾ ഷുവർ അല്ല ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണോ വേണ്ടേന്ന്, അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് വെച്ചാലും ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. പക്ഷേ അത് തീരുമാനം നിങ്ങളുടെയാണ്. എന്നുവെച്ചാൽ ഇവിടെ പ്രാക്ടിക്കലും ഇമോഷണൽ ഡിസിഷൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കണേ. എന്തോ ഒരു ഓഫർ വന്നിരിക്കണു പക്ഷേ നിങ്ങൾ ഷുവർ അല്ല, അങ്ങനത്തെ ഒരു എനർജിയിലാണ് വെച്ചാൽ ഇവിടെ കാണുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്കമാണ്. പക്ഷേ ആ തീരുമാനം നിങ്ങൾക്കാണ് എടുക്കേണ്ടത്. ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കുക. ഓക്കെ, എന്താണ് ഇവിടെ അടുത്ത മെസ്സേജ്? കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ സക്സസ് ഉണ്ട്, റെക്കഗ്നിഷൻ ഉണ്ട്, ഫെയിം, പോപ്പുലാരിറ്റി ഉണ്ട്. ഒരു പുതിയ ബിഗിനിങ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് ഇതൊരു പുതിയ ജോബ് ഇല്ല വെച്ചാൽ ഒരു പുതിയ ബിസിനസ് ഐഡിയ ആയിരിക്കാം. പുതിയ ബിസിനസ് ഐഡിയ ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. എന്നുവെച്ചാൽ അതിൽ കുറേ സക്സസ് ഉണ്ട്. കുറേ എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാരിറ്റിയും കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയും കാണാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു പുതുമ ആയിട്ട് ലൈക്ക് ഒരു പുതിയ എനർജി ഓക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും അങ്ങനെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവിടെ ചാലഞ്ച് ഉള്ളത്? ഇപ്പോഴത്തെ ചാലഞ്ച് എന്താണ് നിങ്ങളുടെ കരിയറിൽ? ഇപ്പോഴത്തെ ചാലഞ്ച് നിങ്ങൾക്ക് 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ എന്താ വെച്ചാൽ പാസ്റ്റിൻ്റെ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി എന്ന് നിങ്ങൾക്ക് ആ റിഗ്രറ്റ് ഉണ്ട്, വിഷമമുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇല്ല വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എവിടെയോ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല വെച്ചാൽ ഒരു കമ്പനിയിൽ നിങ്ങൾ തന്നെ നോന്ന് പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഒരു റിഗ്രറ്റ് വന്നിട്ടുണ്ടാവും. അത് എന്തിനാ ഞാൻ വെറുതെ അതിനെ നോന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇപ്പോൾ ജോലി ഇല്ലാണ്ട് നിങ്ങൾ വീട്ടിലാണ് ഇരിക്കണത്. അപ്പോൾ അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്, റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇത് വേഗം ഉണ്ടാവാൻ എടുക്കെ പറഞ്ഞാൽ ഉടനെ ഉണ്ടാവാൻ പോണ കാര്യമാണ് ഇത്. ഏസ് ഓഫ് വോൺസ് യൂണിവേഴ്സ് നിങ്ങളോട് ആക്ഷൻ എടുക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു ഔട്ട്കം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ 1. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഈ സിറ്റുവേഷൻ മാറ്റിയിട്ട് സെക്കൻഡ് സിറ്റുവേഷനിൽ എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവ് ഔട്ട്കമാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ സെക്കൻഡ് സിറ്റുവേഷൻ, രണ്ടാമത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മെസ്സേജസ് എന്താണ്? ആദ്യത്തെ മെസ്സേജ് ഇവിടെ ടേബിൾ, ഹാർഡ് വർക്ക് അഹെഡ്. രണ്ടാമത്തെ സിറ്റുവേഷൻ ഇവിടെ ഹാർട്ട്, ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ്. മൂന്നാമത്തെ മെസ്സേജ് ഇവിടെ ഹാമക്ക്,
ടേക്കിംഗ് എ വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി. അപ്പോൾ ഇത് ആക്ച്വലി ഈ മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എനർജി കിട്ടണത് എന്താ വെച്ചാൽ ഇത് ഓൾറെഡി നിങ്ങൾക്ക് ജോലിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ബിസിനസ്സിൽ ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്യണ ആൾക്കാരാണ് ഇത് കണക്റ്റ് ആവുക. ഇവിടെ കുറേ എഫേർട്ട് പറഞ്ഞാൽ ഇടേണ്ടി വരും എന്നാണ് ഇവിടെ മെസ്സേജ് പറയണത്. ഹാർഡ് വർക്ക് അഹെഡ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഒരു പുതിയ പ്രോജക്റ്റോ ക്ലയൻറ്റോ എന്തെങ്കിലും അങ്ങനെ നിങ്ങളുടെ കരിയറിൽ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഹാർഡ് വർക്ക് ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഫ്യൂച്ചറിലും കുറേ എഫേർട്ട് ഇടേണ്ടി വരും. ഇവിടെ ലവ് എഫെക്ഷനൊക്കെ കാണാണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ജനറൽ ലൈഫിന് വേണ്ടിയിട്ട് മെസ്സേജാണ്. കുറേ ലവും സപ്പോർട്ടുണ്ട്. ഓഫീസിലും ബിസിനസ്സിലും എല്ലാം കാര്യങ്ങൾ സ്മൂത്തായിട്ടാണ് പോണത് തൽക്കാലം. ഹാമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ടേക്കിംഗ് എ വെക്കേഷൻ. അപ്പോൾ നിങ്ങൾ കുറേ ആയി വെക്കേഷനും ബ്രേക്കൊന്നും എടുക്കാണ്ട്. അപ്പോൾ ഈ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബ്രേക്ക് എടുത്താൽ നല്ലതായിരിക്കും. അത്രയും ഹാർഡ് വർക്കാണ് നിങ്ങൾ ചെയ്തിരിക്കണേ. അപ്പോൾ ഒരു ബ്രേക്കും വെക്കേഷനും എടുത്താൽ അത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്ന് ആദ്യം ഇവിടെ ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഡി ആവാം. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാരോയിൽ? കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ എന്താണ്? കറൻറ്റ് സിറ്റുവേഷനാണ് നിങ്ങളുടെ 2 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് എനർജി കാണുന്നത്. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയമില്ല. നിങ്ങൾക്കെല്ലാം ജഗിളാണ് ചെയ്യണത്. ഇതുമുണ്ട് അതും ചെയ്യാണ്ട് എല്ലാം കൂടിയും ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾ കമ്മിറ്റ് ചെയ്ത് പോയി. അപ്പോൾ ബാലൻസ് ഇല്ല പേഴ്സണൽ ലൈഫും കരിയർ ലൈഫിൽ. ഓക്കെ, 3 ഓഫ് സോഡ്സ്. ഇവിടെ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് എന്തോ വർക്ക് ചെയ്യണില്ല, എന്തോ അതിൽ പ്രശ്നമുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക്, റീസെൻ്റ്ലി ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഹാർട്ട് ബ്രേക്ക് എന്താണ് ഇവിടെ? മോസ്റ്റ്ലി ഇത് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷേ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണത്. നിങ്ങൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ടൈമിൻ്റെ ഡിറക്ഷനിലേക്കാണ് പോണത്. അപ്പോൾ റീസെൻ്റ്ലി നിങ്ങളുടെ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം എനർജി കരിയറിലാണ് ഇടണത് ഇപ്പോൾ. അത് മാത്രമല്ല ഇവിടെ ഒരു റീലൊക്കേഷൻ്റെ ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുറമേ പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ 7 ഓഫ് കപ്സ് ഉണ്ട്. കുറേ കൺഫ്യൂഷൻ്റെ എനർജിയാണ് 7 ഓഫ് കപ്സ്. കുറേ ഒരു എന്താ പറയുക, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇല്ല ഒന്നിലും. കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എവിടെ പ്രയോറിറ്റൈസ് ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. നൈറ്റ് ഓഫ് സോഡ്, എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. ഇത് ഈ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് വേഗം ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഈ നൈറ്റ് ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? അതല്ല വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് എന്തോ ഓഫേഴ്സ് ഉണ്ട് കയ്യിൽ, പക്ഷേ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് പറയണത് ഇപ്പോൾ കൂടുതൽ സമയം എടുക്കരുത്. എന്നുവെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ടൈം ബൗണ്ടാണ്. അതിന് കുറേ സമയം എടുത്താൽ അത് ചിലപ്പോൾ മിസ് ഔട്ട് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് ഡിസിഷൻ എടുക്കുക, ക്ലാരിറ്റി കൊണ്ടുവരിക നിങ്ങളുടെ ഡിസിഷൻസിൽ, നിങ്ങളുടെ ലൈഫിൽ. എന്നുവെച്ചാൽ ഇതൊരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് ആണ്. എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് ന്യൂസാണ്, ഗുഡ് ന്യൂസാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി, ഈ ന്യൂസ്? ഒരു ജോബ് ഓഫർ ആയിരിക്കും. ഓക്കെ, ഒരു പുതിയ ജോബ് ഇല്ല, ചെറു പുതിയ ഓഫർ, ഒരു പുതിയ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇത് കുറേ ഒരു സ്റ്റേബിൾ ഓഫറാണ്, ലോങ് ടേം ഓഫറാണ്. അപ്പോൾ ഇതൊരു നല്ല ഓഫറാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇത് കുറേ പ്രോസ്പെരിറ്റി, ഗുഡ് ലക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ വിട്ടിട്ട് ആണ് ഇവിടെ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ജോബിലാണ് വെച്ചാൽ ഇതൊരു പുതിയ ജോബ് ഓഫർ ആയിരിക്കാം. ആൻഡ് നിങ്ങൾക്ക് പിന്നെ ഈ ജോബ് വിട്ടിട്ടായിരിക്കും നിങ്ങൾ ആ പുതിയ ജോബിലേക്ക് പോകുന്നുണ്ടാവുക. നിങ്ങൾ ഓൾറെഡി ആ എക്സിസ്റ്റിംഗ് ജോബിൽ ഹാപ്പി അല്ല. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ്. നിങ്ങൾക്ക് ഓൾറെഡി കറൻറ്റ് ജോബിൽ അത്ര ഹാപ്പി അല്ല. ഇവിടെ ഓൾറെഡി ഞാനൊരു 3 ഓഫ് സോഡ്സ് കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ ചേഞ്ച് വരണത് ഈ പുതിയ ജോലിയാണ്. ഓക്കെ, ഈ പുതിയ ജോലി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്, പുതിയ ഓഫർ വരാൻ പോകുന്നുണ്ട്. ഇതൊരു പുറമേയുള്ള ജോലിയും ആവാം. അപ്പോൾ നിങ്ങൾ എന്തോ വിട്ടിട്ടാണ് ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ ഡയറക്ഷനിലേക്ക് പോണത്.
9 ഓഫ് സോർഡ്സ്. കുറേ സ്ട്രെസ് ഉണ്ട് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ, എന്ന് വെച്ചാൽ ഇതൊരു റൈറ്റ് ഡിസിഷൻ ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്താണ് അഡ്വൈസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് അഡ്വൈസ് ഇവിടെ ഉള്ളത് ടവറാണ്. അപ്പോൾ ഓൾഡ് സിറ്റുവേഷൻസിനെ പിടിച്ചിരിക്കാണ്ട് പുതിയ ബിഗിനിങ്സിലേക്ക് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തരേണ്ടത്. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ, ഒരു വലിയ മാറ്റം ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും, എന്തോ ഒരു വലിയ ചേഞ്ച് വന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ജോലിയിലുണ്ട്, ഒരു ബിസിനസ്സിലുണ്ട്, അതിൽ ഹാപ്പി അല്ലാച്ചാൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത് നിങ്ങളോട്. ഓക്കെ, അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ നമ്പർ 2. ഇപ്പോൾ നമ്മൾക്ക് സിറ്റുവേഷൻ നമ്പർ 3 നോക്കാം എന്താണെന്ന്. അപ്പോൾ സിറ്റുവേഷൻ നമ്പർ 3ൽ എന്താണ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? സിറ്റുവേഷൻ 3, മൂന്നാമത്തെ സിറ്റുവേഷനിൽ ഇവിടെ സ്റ്റാഫിന് എഴുതിയിട്ടുണ്ട് യു വിൽ ബി ടേക്കൻ കെയർ ഓഫ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. രണ്ടാമത്തെ മെസ്സേജ് റെയിൻബോ, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് എ സിറ്റുവേഷൻ ഇസ് ഓവർ. ഗുഡ് ന്യൂസ്. അപ്പോൾ ഇത് ആദ്യം ഒരു പോസിറ്റീവ് ന്യൂസ് വരാൻ പോകുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. നിങ്ങൾ ഓൾറെഡി ഒരു ഡിഫിക്കൽട്ട് സമയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ, ഫിനാൻഷ്യൽ കാര്യത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജാണ്. പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത്. ഓക്കെ, നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് സൂക്ഷിക്കണം. പക്ഷേ ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയറിൽ. നിങ്ങൾ ഓൾറെഡി ഒരു ഡിഫിക്കൽട്ട് സമയം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെച്ചാൽ ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ ഒട്ടും ഹാപ്പി അല്ല, കുറേ വിഷമമുണ്ട്, കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ ഓൾമോസ്റ്റ് തീർന്നു, ഈ ചീത്ത സമയം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ വരാൻ പോകുന്ന സമയം ഒരു ബെറ്റർ ടൈമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ നമ്പർ 3ൽ കറൻറ്റ് സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? കറൻറ്റ് സിറ്റുവേഷൻ ഹൈറോഫാണ്ട്, ടോറസ് എനർജിയാണ് ഇത്. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, ഏസ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പം ഞാനിവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. ആക്ച്വലി ഇതൊരു ക്രിയേറ്റീവ് ജോബ് ആയിരിക്കാം, ക്രിയേറ്റീവ് ഓഫർ ആയിരിക്കാം. പക്ഷേ ഇവിടെ എന്തോ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തോ ഒരു ഹാപ്പി അല്ല. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ റീസെൻ്റ്ലി ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തു, അങ്ങനത്തെ ഒരു എനർജി ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, മേ ബി ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ഫാമിലിയുടെ അടുക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് പറഞ്ഞ മെമ്പേഴ്സിൻ്റെ അടുക്കെ, ഫാമിലിയിൽ തന്നെ ആൾക്കാരുടെ അടുക്കെ നിങ്ങളുടെ തമ്മിൽ തന്നെ എന്തോ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ് വരാൻ പോണത്. ഓക്കെ, കറൻറ്റ് സിറ്റുവേഷനിൽ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. പക്ഷെ എന്താണ് പാസ്റ്റിലുള്ളത്? 4 ഓഫ് കപ്സ്. അപ്പോൾ എന്തോ ഒരു ഓഫർ വന്നു പാസ്റ്റിൽ, പക്ഷെ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ മേ ബി ഹെൽത്ത് ഇഷ്യൂസും ആയിരിക്കാം. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാരണം നിങ്ങൾക്ക് അത്ര അതിൽ യെസ് എന്ന് പറയാൻ പറ്റിയില്ല. പക്ഷേ അത് മിസ് ഔട്ടായിപ്പോയി, പറഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി മിസ് ഔട്ടായി. പക്ഷേ ആ സെയിം ഓപ്പർച്യൂണിറ്റി അല്ല വെച്ചാൽ വേറെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കറൻറ്റ് സിറ്റുവേഷൻ. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണത്? 6 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ആരോ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ ഇവിടെ ആരോ ലോൺ തരാൻ വരുന്നുണ്ട്, ഇല്ല വെച്ചാൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. ഇതൊരു ഫാമിലി മെമ്പർ ആയിരിക്കാം. അതല്ല വെച്ചാൽ ഈ ഹെൽപ്പിൻ്റെ കാരണം നിങ്ങളുടെ ഫാമിലീനെയും കുറേ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ കുറച്ച് ഒരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. കുറച്ച് ചാലഞ്ചിങ് സമയമുണ്ട് ഇപ്പോൾ
ഫിനാൻഷ്യൽ കാര്യത്തിൽ. അതുമാത്രമല്ല ഓഫീസ് പോളിറ്റിക്സും കുറേ ഉണ്ട്, കുറേ നെഗറ്റിവിറ്റി ഉണ്ട് അവിടെ. ഓക്കെ, അതും നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയിരിക്കാം. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യണ സ്ഥലത്ത് കുറേ ഒരു ഓഫീസ് പോളിറ്റിക്സും നെഗറ്റിവിറ്റി അങ്ങനെ കുറേ ഉണ്ട്. അതും ഒരു സ്ട്രെസ്ഫുൾ സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്, സക്സസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ടെമ്പററി ഫേസ് ആണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് നിങ്ങൾ ഹീൽ ചെയ്യും ഇവിടെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഇവിടെ ട്രാവൽഡ് എനർജി ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ജോലിയുടെ ത്രൂ. നിങ്ങൾ ഹീൽ ചെയ്യും. നിങ്ങൾക്ക് വേണ്ട മാതിരി ചേഞ്ചസ് നിങ്ങളുടെ ജോലിയിലുണ്ടാവും. എന്താണ് ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അഡ്വൈസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കുറച്ചൊരു പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ട വെച്ചാൽ അവിടെ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തോ ഇവിടെ ഫിനാൻഷ്യൽ ഗെയിൻസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാതിരി ചിലപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല. അത് കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്താൽ അത് ശരിയാവും. ഓക്കെ, ശരിയായ സമയത്തെല്ലാം വർക്കൗട്ടാവും. ഇവിടെ ജോലിയുടെ എനർജി ഉണ്ട്. അപ്പോൾ പുതിയ ജോലിക്ക് ട്രൈ ചെയ്യേണ്ട വെച്ചാൽ അത് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ബാഗേജ്, ഈ ബേർഡൻ നിങ്ങൾ ഫീൽ ചെയ്യണത്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യണത് അത് തീരാൻ പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ സമയത്തിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ആ ശരിയായ സമയത്ത് എല്ലാം ശരിയാവും എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ് കുറച്ചൊരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ആവും. ഓക്കെ, അപ്പോൾ എന്താണ് ഔട്ട്കം ഇവിടെ? കരിയറിൽ തേർഡ് സിറ്റുവേഷനിൽ ഔട്ട്കം 8 ഓഫ് സോഡ്സ് ആണ്. സ്റ്റാഗ്നൻസി ആണ് ഞാനിപ്പോൾ കാണുന്നത്. നിങ്ങൾ കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. പക്ഷേ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആദ്യം വെയിറ്റിംഗ് എനർജി ഉണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം വെച്ചാൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം എന്ന് തീരുമാനിക്കാൻ പോകണ്ട വെച്ചാൽ യൂണിവേഴ്സ് ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാമെന്നാണ് പറയണത്. ഓക്കെ, ശരിയായ സമയത്ത് എല്ലാം വർക്കൗട്ട് ചെയ്യും. ഒന്നും ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളുടെ ലൈഫിൽ. എല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ഒരു ബ്ലോക്ക്, ഒരു തടസ്സം വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ മെസ്സേജ് എന്താ വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വെച്ചാൽ അത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ശരിയായ സമയം വന്നിട്ടില്ല ഇതുവരെ. അതുണ്ടാവും. അപ്പോൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ആവും. പക്ഷെ അതിൻ്റെ ശരിയായ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഈ 3 സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടി, ഇല്ല ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ അങ്ങനെ ഹോപ്പ് ചെയ്യണു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് പറയുക ഏത് സിറ്റുവേഷനാണ് നിങ്ങളുടെ മാച്ച് ആവണമെന്ന് വെച്ചാൽ ആ നമ്പർ സിറ്റുവേഷൻ 1, 2, 3 കമൻറ്റ്സിൽ എഴുതി പറയുക. പേഴ്സണൽ റീഡിംഗ് വേണം ചെന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഗൈഡൻസും റീഡിങ് ഞാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് കുറേയും കൂടിയും നിങ്ങൾക്ക് അത് മാച്ചാവും. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.